ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മലയാളം ആയിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് മലയാളമാണ്. ഓക്കെ, അപ്പൊ മലയാളത്തിന്റെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവര് ജസ്റ്റ് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ആവശ്യമുള്ളവർ പോയി കാണുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യത്തെ ചോദ്യം ഏതാണെന്നുള്ളത് നോക്കാം. ഓക്കെ, താഴെ പറയുന്നവയില് ശരിയായ രൂപം ഏത്? താഴെ തന്നിരിക്കുന്നവയില് ശരിയായിട്ടുള്ള രൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഹാർദമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഹാർദമാണ് ആൻസർ എന്ന് പറയുന്നത്. ഇതെല്ലാം തെറ്റാണ് കേട്ടോ, ഇതൊന്നും ശരിയല്ല. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നോക്കിയാലോ. മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് ആദ്യം കവയത്രി. കവയത്രി അല്ലെ, നമ്മൾ ഒരിക്കലും മലയാളത്തില് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ചിലപ്പോൾ എഴുതുന്ന സമയത്ത് കേട്ടോ. അതാണ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് രീതിയിലായിരിക്കില്ല നമ്മൾ എഴുതി വരുമ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് എന്താണ്? കവയത്രി. നമ്മൾ ചിലപ്പോൾ കവിയത്രി എന്നൊക്കെ പറയില്ലേ, കവിയത്രി എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ആക്ച്വലി ഇതിന്റെ ഇതെന്ന് പറയുന്നത് കവയത്രി. കവയത്രി എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? അതിഥി. അതിഥി. അതിഥി എന്ന് പറയുന്നത് ഈ ദായാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് തെറ്റ് വരിക. രഥത്തിന്റെ ദായാണ് വരുന്നത് അതിഥി. ഓക്കെ, അല്ലാന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടെയും തെറ്റാ അല്ലെ. അതിഥി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഈ ദായൊക്കെ ഇടും അല്ലെ. ഈ ദായ അല്ല കേട്ടോ, അതിഥി എന്നുള്ളതല്ല. ഓക്കെ, ഈ ദായും ഈ ദായുമാണ് വരുന്നത്. അടുത്ത എന്താണ്? പ്രവർത്തിക്കുക. 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 ഓക്കെ, അടുത്ത എന്താണ്? കൈയെഴുത്ത്. കൈയെഴുത്ത്. ഇവിടെ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത എവിടെയാണ്? ഇവിടെയാണ് അല്ലെ. കൈയെഴുത്ത്. ഇവിടെ ഈ യായാണ് കേട്ടോ എഴുതേണ്ട, അല്ലാതെ ഈ യായല്ല. നമ്മുടെ ഈ ഒരു യായ ഉണ്ടല്ലോ, ഇതല്ല എഴുതേണ്ടത്. ഈ സാധാരണ യായാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ആവൃത്തി. ആവൃത്തി എന്ന് എഴുതുന്ന സമയത്ത് ആവർത്തി എന്നൊന്നും കൊണ്ട് എഴുതരുത്. അതായത് ആ വർത്തി എന്നൊന്നും കൊണ്ട് എഴുതരുത്. ഈ ആവൃത്തിയാണ് വരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? തത്വമസി. തത്വമസി എന്നാൽ എന്താണ്? രണ്ട് തായാണ് കേട്ടോ വരുന്നത്, ഒരു തായല്ല. തത്വമസി. തത്വമസി. അടുത്ത എന്താണ്? അനുഗ്രഹീതൻ. അനുഗ്രഹീതൻ. ഇവിടെ തെറ്റ് വരാനുള്ള കാരണം എന്താ? ഇതെന്താണ്? ഇവിടെ ഈ ഒരു ഗാ കൊണ്ട് എഴുതാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഈ ഗ്രായല്ല, ഈ ഗ്രയാണ്. ഓക്കെ, അനുഗ്രഹീതൻ. അടുത്ത എന്താണ്? കുടിശ്ശിക. കുടിശ്ശിക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുടിശ്ശിക എന്നൊക്കെ എഴുതില്ലേ, നമ്മൾ ച എന്നുള്ളത് എഴുതും, കുടിശ്ശിക എന്നുള്ളത് അതല്ല, കുടിശ്ശികയാണ്. ഓക്കെ, അടുത്ത എന്താണ്? അടിമത്തം. അടിമത്തം എന്നാണ് നമ്മൾ അടിമത്വം എന്നൊക്കെ എഴുതും. അടിമത്വം അല്ല, അടിമത്തമാണ്. ഓക്കെ, പറയുമ്പോഴാണ് അടിമത്വം എന്നൊക്കെ പറയുന്നത്. അടിമത്തമാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? അനുഷ്ഠാനം. ഇവിടെയാണ് തെറ്റ് വരാൻ സാധ്യത. അനുഷ്ഠാനം അല്ലെ, നമ്മൾ ഈ ടായ ആയിരിക്കും കൂടുതലും എഴുതുക, ഇതല്ല, ഈ ടായാണ് കേട്ടോ. അനുഷ്ഠാനം എന്നുള്ളതാണ്. അടുത്ത എന്താണ്? കല്യാണം. കല്യാണം എന്നാൽ എന്താണ്? ഈ ലായാണ് വരിക. ഇതിന്റെ അടിയിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കൊണ്ടെഴുതും, ഇതൊന്നും എഴുതരുത്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, കയ്യൊപ്പ്. കയ്യൊപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത ഈ യായുടെ അവിടെയാണ് അല്ലെ. ഇവിടെ എന്താണ് വരാൻ സാധ്യത? ഈ യാ നമ്മൾ എഴുതും. ഓക്കെ, ഈ യാ നമ്മൾ എഴുതും, ഇതല്ല, സാധാരണ യായാണ് എഴുതുക. ഓക്കെ, അടുത്ത എന്താണ്? അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ അടിയന്തരാവസ്ഥ എന്ന് നമ്മൾ എഴുതും. ഇവിടെയാണ് തെറ്റ് വരാൻ സാധ്യത. പക്ഷെ അടിയന്തിരാവസ്ഥ എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, ചെലവ്. നമ്മൾ ചെലവ് എന്നായിരിക്കും നമ്മൾ പറയാ. ഇവിടെ എഴുതുമ്പോൾ സമയത്ത് ചെലവ് എന്നാണ്. ചെലവ്. ഓക്കെ, ചെലവ്. അടുത്ത എന്താണ്? ജന്മിത്തം. ജന്മിത്തം എന്നാണ് ആൻസർ വരുന്നത്. ജന്മിത്വം എന്നൊന്നും എഴുതരുത്, ജന്മിത്തമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനത്തിന് താഴെ തന്നിരിക്കുന്നവയിൽ ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സ്വാമികളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഓക്കെ, അപ്പൊ എന്താണ് പൂജക ബഹുവചനം? പൂജക ബഹുവചനം എന്ന് പറയുന്നത് ആദരവ് സൂചിപ്പിക്കുന്നതിനായിട്ട്, ഓക്കെ, അതായത് നമ്മളുടെ ആദരവ് സൂചിപ്പിക്കുന്നതിനായിട്ട് ഏകവചന രൂപത്തില് ബഹുവചന പ്രത്യയങ്ങളായിട്ടുള്ള അർ, മാർ, കൾ ഇവയിൽ ഏതെങ്കിലും ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. ഓക്കെ, അതായത് അർ, മാർ. നമ്മളിപ്പോ ഇതിൽ കണ്ടോ, നമ്മൾ സ്വാമികൾ, അതൊരു ബഹുമാനപരമായിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ. സ്വാമികൾ എന്ന് പറയുന്നത് എന്താണ്? ബഹുമാനപരമായിട്ടുള്ള ഒരു വാക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം കേട്ടോ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ്രോണര്, സ്വാമികള്, നിങ്ങൾ അല്ലെ. നിങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നീ എന്ന് പറയുമ്പോൾ അത് റെസ്പെക്ട് ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടോ, നിങ്ങൾ, ഇവിടെ സ്വാമികൾ, ദ്രോണർ, അർ, അർ, നിങ്ങൾ, അൾ, അതുപോലെ തിരുവടികൾ, അൾ, ഭീഷ്മർ, മർ. കണ്ടോ, അതാണ് ഇവിടെ പറയുന്നത്. അർ, മാർ, കൾ. കണ്ടോ, ഇപ്പോ ഈ അവസാനത്തില് ഇങ്ങനെ വരണം. അതായത് അറോ, മാറോ, കള്ളോ വരണം. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്താണ് ഈ വാക്കുകൾ ആവുന്നത്. ഓക്കെ, തിരുവടികൾ, കൾ, ഭീഷ്മർ, മർ. കണ്ടോ, അപ്പൊ നമ്മൾ
റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ പറയുന്നതിനെയാണ്, അതായത് ബഹുമാനം സൂചിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ പറയുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ താങ്കൾ, ബ്രാഹ്മണർ, ഓക്കെ, നമ്മൾ ഇതൊക്കെ പറയാറുണ്ട്. ബ്രാഹ്മണര്, ഭീഷ്മര്, വൈദ്യര് എന്നൊക്കെ പറയില്ലേ, ഇതൊരു ബഹുമാനപൂർവമായ വാക്കാണ് അല്ലെ. വൈദ്യര്, അതുപോലെ ശാസ്ത്രികര്, ദ്രോണര്, അങ്ങനെയൊക്കെ പറയുന്നതെല്ലാം തന്നെ പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അടുത്ത എന്താണ്? അടുത്തത് ബഹുലം. ബഹുലം എന്നാൽ എന്താണ്? എന്ന പദത്തിന്റെ വിപരീത പദം ബഹുലം. ബഹുലം എന്ന പദത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത് എന്താണ്? വിരളമാണ്. വിരളം. ബഹുലം വിരളം. ബഹുലത്തിന്റെ വിപരീത പദമാണ് വിരളം എന്ന് പറയുന്നത്. ബഹുലം വിരളം. ഓക്കെ, അപ്പൊ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അഗ്രജൻ. അഗ്രജൻ എന്നാൽ എന്താണ്? അവരചൻ. അഗ്രജന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് അഗ്രജൻ, അവരചൻ. ഓക്കെ, അധമൻ. അധമൻ അല്ലെ, അധമൻ എന്നാൽ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഉത്തമൻ. ഓക്കെ, അധമൻ, ഉത്തമൻ. അഭിമാനം. അഭിമാനത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? അപമാനമാണ് അല്ലെ. അഭിമാനം എന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡ് അപമാനമാണ്. അനുമോദനം, അനുമോദിക്കുക. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് അനുശോചനം, അനുശോചിക്കുക അല്ലെ. ഒരു അനുമോദനം എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം നടക്കുന്നതിനെയാണ് നമ്മൾ അനുമോദിക്കുക എന്ന് പറയുന്നത്. ഒരു മരണമൊക്കെ നടക്കുകയാണെങ്കിൽ ഞാനതിൽ അനുശോചിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതുപോലെയാണ് അനുമോദനം, അനുശോചനം. ഓക്കെ, അടുത്ത എന്താണ്? അപചാരം. അപചാരം, ഉപചാരം. ഓക്കെ, അടുത്തത് ആപത്ത് അല്ലെ, കെട്ടത്. സമ്പത്ത്, നല്ലത് അല്ലെ. അപ്പൊ ആപത്ത്, സമ്പത്ത്. ആശ. ആശയുടെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? നിരാശ എന്നാണ്. ആശയുടെ ഓപ്പോസിറ്റ് വേർഡാണ് നിരാശ എന്ന് പറയുന്നത് അല്ലെ. അടുത്ത എന്താണ്? ആരോഹണം, അവരോഹണം. ആരോഹണത്തിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് അവരോഹണം. അടുത്തത് എന്താണ്? ആയം, വ്യയം. ആയം, വ്യയം. ഓക്കെ, അടുത്ത എന്താണ്? ഇഷ്ടം, അനിഷ്ടം. ഇഷ്ടം, അനിഷ്ടം. ഓക്കെ, ഉപചയം, അപചയം. ഉപചയം, അപചയം. അടുത്ത എന്താണ്? ഏകാഗ്രത, വ്യഗ്രത. ഏകാഗ്രത, വ്യഗ്രത. ഓക്കെ, കുചേലൻ, കുബേരൻ. കുചേലൻ, കുബേരൻ. ഓക്കെ, കനവ്, നിനവ്. കനവ്, നിനവ്. ഓക്കെ, അടുത്ത എന്താണ്? പുതുമ, അതുപോലെ തന്നെ പഴമ. പുതുമ, പഴമ. നീതി, അനീതി. ഓക്കെ, നിവൃത്തി, പ്രവൃത്തി. നിവൃത്തി, പ്രവൃത്തി. ഓക്കെ, അപ്പൊ ഇത്രയാണ് വിപരീത പദത്തിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തതാണ് കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. അതായത് എന്നതിന് സമാനമായിട്ടുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ല് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. എന്താണ്? കാറ്റുള്ളപ്പോൾ പാറ്റണം. കാറ്റുള്ളപ്പോൾ പാറ്റണം. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ബേർഡ്സ് ഐ വ്യൂ. ബേർഡ്സ് ഐ വ്യൂ. ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്താണ്? വിഹഗ വീക്ഷണം. വിഹഗ വീക്ഷണം എന്നുള്ളതാണ് ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? അബ്സല്യൂട്ട് മെജോറിറ്റി. അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? കേവല ഭൂരിപക്ഷം. അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? കേവല ഭൂരിപക്ഷം. കേവല ഭൂരിപക്ഷത്തിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ആഫ്റ്റർ തോട്ട്. ആഫ്റ്റർ തോട്ട് എന്ന് പറയുന്നത് എന്താണ്? പിൻബുദ്ധി. പിൻബുദ്ധി ട്ടോ. പിൻബുദ്ധിയാണ് നമ്മൾ ആഫ്റ്റർ തോട്ട് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ബി വൺസ് ഓൺ എനിമി. ബി വൺസ് ഓൺ എനിമി എന്താണ്? താൻ കുഴിച്ച കുഴിയില് താൻ തന്നെ വീഴുക. താൻ കുഴിച്ച കുഴിയില് താൻ തന്നെ വീഴുക എന്നുള്ളതാണ് ബി വൺസ് ഓൺ എനിമി എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ബ്ലാക്ക് മാർക്കറ്റ്. ബ്ലാക്ക് മാർക്കറ്റ് എന്നാൽ എന്താണ്? കരിഞ്ചന്ത. ബ്ലാക്ക് മാർക്കറ്റ് എന്നാൽ എന്താണ്? കരിഞ്ചന്ത. ബ്ലാക്ക് മാർക്കറ്റ് എന്നാൽ കരിഞ്ചന്ത. അടുത്തത് എന്താണ്? കോൾ ഫോർ. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആജ്ഞാപിക്കുക. ആജ്ഞാപിക്കുക എന്നുള്ളതിനാണ് നമ്മൾ കോൾ ഫോർ എന്ന് നമ്മൾ പറയുന്നത്. അടുത്തെന്താണ്? കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്? കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി കെട്ടുകഥ. ഒരു കെട്ടുകഥയാണ് നമ്മൾ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ക്രോക്കഡോയിൽ ടിയേഴ്സ്. ക്രോക്കഡോയിൽ ടിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്രോക്കഡോയിൽ ടിയേഴ്സ് എന്ന് പറയുന്നത് നക്രബാഷ്പം. ഓക്കെ, നക്രബാഷ്പം. നക്രബാഷ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു മുതലക്കണ്ണീർ എന്നൊക്കെ പറയില്ലേ, ഒരു സിൻസിയർ അല്ലാത്ത ആ ഒരു ഇതിനെയാണ് നമ്മൾ ക്രോക്കഡൈൽ ടിയേഴ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. മുതലക്കണ്ണീർ അല്ലെ, കള്ളത്തരമായിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത് ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ. അടുത്ത എന്താണ്? ബ്ലാക്ക് മണി. ബ്ലാക്ക് മണി എന്താണ്? കള്ളപ്പണം.
ബ്രെഡ് ആൻഡ് ബട്ടർ അല്ലെ, ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഉപജീവനം, ഉപജീവനത്തിനെയാണ് നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് എന്താണ്? ആൽഫ ആൻഡ് ഒമേഗ, ആൽഫ, ആൽഫ ആൻഡ് ഒമേഗ, ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്താണ്? ആദിയും അതുപോലെ തന്നെ അന്തവും, ആദിയും അന്തവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. അതായത് നമ്മുടെ ബ്രഷ് ഓഫ്, ബ്രഷ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? തള്ളിക്കളയുക. ഓക്കെ, ബ്രഷ് ഓഫ് എന്ന് പറയുന്നത് എന്താണ്? തള്ളിക്കളയുക എന്നുള്ളതാണ് ബ്രഷ് ഓഫ് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ഹാൻഡ്, ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിയന്ത്രണാതീതം, നിയന്ത്രണാതീതം എന്ന് ഇംഗ്ലീഷ് ഒരുവിധം അറിയുന്നവർക്ക് ഇത് കുഴപ്പമില്ല കേട്ടോ, എന്നാലും ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ. ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിയന്ത്രണാതീതം. അതുപോലെ ക്രൈ ഫോർ ദ മൂൺ, ക്രൈ ഫോർ ദ മൂൺ എന്ന് വെച്ചാൽ എന്താണ്? അസാധ്യമായത് ആവശ്യപ്പെടുക. ക്രൈ ഫോർ ദ മൂൺ അല്ലെ, എന്താണ്? അസാധ്യമായത് ആവശ്യപ്പെടുക. ഓക്കെ, അടുത്ത എന്താണ്? ഐ വിറ്റ്നസ് അക്കൗണ്ട്, ഐ വിറ്റ്നസ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃക്സാക്ഷി വിവരണം, ഐ വിറ്റ്നസ് അക്കൗണ്ട് ദൃക്സാക്ഷി വിവരണം. ഓക്കെ, ഹൈവേ മാൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ എഴുതാൻ മറന്നതാണ്. ഹൈവേ മാൻ, ഹൈവേ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിടിച്ചുപറിക്കാരൻ. ഹൈവേ മാൻ എന്നാൽ എന്താണ്? പിടിച്ചുപറിക്കാരനാണ് ഹൈവേ മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ്, ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസത്തെ സധൈര്യം നേരിടുക. ഓക്കെ, പ്രയാസത്തെ സധൈര്യം നേരിടുക. ഓക്കെ, അടുത്ത എന്താണ്? ടു ഗിവ് അപ്പ്, ടു ഗിവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കുക. ടു ഗിവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കുക. ഓക്കെ, ടു ഗെറ്റ് ദ ബോൾ റോളിംഗ്, ടു ഗെറ്റ് ദ ബോൾ റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ആരംഭിക്കുക, ഒരു കാര്യം ആരംഭിക്കുക. ഓക്കെ, ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ്, അതായത് ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ്, പറഞ്ഞതിന് അങ്ങനെ വിഴുങ്ങുക കേട്ടോ, അതായത് പറഞ്ഞത് വിഴുങ്ങുക എന്നുള്ളതാണ്. ടു സ്മെൽ എ റാറ്റ്, ടു സ്മെൽ എ റാറ്റ് എന്നാൽ എന്താണ്? സംശയാസ്പദം. ടു സ്മെൽ എ റാറ്റ്, സംശയാസ്പദം. ഓക്കെ, അടുത്ത എന്താണ്? സ്ട്രൈക്ക് ബ്രേക്കർ, സ്ട്രൈക്ക് ബ്രേക്കർ എന്താണ്? കരിങ്കാലി, സ്ട്രൈക്ക് ബ്രേക്കർ കരിങ്കാലി. ഓക്കെ, അപ്പോ ഇതിൽ ഇത്രയേ ഒന്ന് പറയുന്നുള്ളൂ. ഓക്കെ, ഇനി പോകെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പോവാട്ടോ, ഇനി അടുത്തതൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, അടുത്ത എന്താണ്? 5-6 ദിവസമായല്ലോ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന വാക്യത്തിൽ 5-6 എന്നത് ഏത് സമാസത്തെ കുറിക്കുന്നു? ഓക്കെ, ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് 5-6 ദിവസമായല്ലോ ഈ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന വാക്യത്തിൽ 5-6 എന്നത് ഏത് സമാസത്തെ കുറിക്കുന്നു? ഏത് സമാസത്തെ കുറിക്കുന്നു? ഏത് സമാസത്തെയാണ് കുറിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ദ്വന്ദ്വനാണ്. ദ്വന്ദ്വൻ, ദ്വന്ദ്വൻ എന്നുള്ളതാണ് ദ്വന്ദ്വ സമാസം. അപ്പൊ എന്താണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്? ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്, അതായത് ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമ്മൾ വിഗ്രഹിച്ച് എഴുതുമല്ലോ, വിഗ്രഹിച്ച് എഴുതുക പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആക്കിയിട്ട് നമ്മൾ എഴുതുമല്ലോ. അപ്പൊ അങ്ങനെ എഴുതുന്ന സമയത്ത് ആ പദങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഓ ചേർന്ന് വരുന്നത്, അതായത് ഞാൻ നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഓക്കെ, ദിനരാത്രങ്ങൾ, ദിനരാത്രങ്ങൾ എന്ന് പറയുന്നതിന്റെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണ്? ദിനവും കണ്ടോ, ദിനവും രാത്രിയും, അതായത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് വരണം. ഓക്കെ, എന്നുള്ളത് വരണം. അങ്ങനെ ആവുന്ന സമയത്ത് അത് ദ്വന്ദ്വ സമാസമാണ്. ഓക്കെ, ദിനരാത്രങ്ങൾ, ദിനരാത്രങ്ങൾ എന്നതിന് നമ്മൾ വിഗ്രഹിച്ച് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഓ എന്നുള്ളത് വരണം. അപ്പൊ ഇവിടെ ദിനരാത്രങ്ങൾ, ദിനവും രാത്രിയും, കണ്ടോ. അതുപോലെ സൂര്യചന്ദ്രന്മാർ, അതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ്? സൂര്യചന്ദ്രന്മാർ എന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും അല്ലെ, സൂര്യനും ചന്ദ്രനും. അപ്പൊ സൂര്യനും ചന്ദ്രനും അപ്പൊ അവിടെ ആണ് വരുന്നത്. അപ്പൊ വിഗ്രഹിക്കുന്ന സമയത്ത് ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ അത് ദ്വന്ദ്വ സമാസമാണ്. അടുത്ത എന്താണ്? 10-15. 10-15 എന്ന് പറയുന്നത് എന്താണ്? അതൊരു കണക്കാണല്ലേ, അതൊരു ഊഹമാണ് അല്ലെ. അപ്പൊ അത് നമ്മൾ എങ്ങനെ വിഗ്രഹിച്ച് എഴുതുക? 10-15 അല്ലെ. 10-15 എന്ന് പറയുന്നത് എങ്ങനെ എഴുതുക? 10-15 കണ്ടോ, 15 ഓ. അപ്പൊ 10-15 ഇവിടെ വരുന്നത് ഓയാണ് കണ്ടോ. അപ്പൊ അതും ദ്വന്ദ്വ സമാസമാണ്. അടുത്തത് ആചാരാനുഷ്ഠാനങ്ങൾ. ആചാരാനുഷ്ഠാനങ്ങൾ എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? ആചാരവും അനുഷ്ഠാനവും കണ്ടോ, എന്നുള്ളത് വരുന്നുണ്ട്. അതുപോലെ വേറെ ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അച്ഛനമ്മമാർ. അച്ഛനമ്മമാർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? അതിനെ വിഗ്രഹിക്കുക? അച്ഛനും അമ്മയും കണ്ടോ, അച്ഛനും അമ്മയും, അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ രാപ്പകലുകൾ. രാപ്പകലുകൾ എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ്? രാവും പകലും ഒക്കെ ഉണ്ടോ. അപ്പൊ നമ്മൾ ഒരു തന്നിരിക്കുന്ന വാക്കുകൾ അല്ലെ. അപ്പൊ ഇവിടെ 5-6. അപ്പൊ ഇതിന് നമ്മൾ വിഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതുക?
അഞ്ചും ആറും. കണ്ടോ? അഞ്ചും ആറും, അഞ്ചാറ് എന്ന് പറയുമ്പോൾ സോറി, അഞ്ചോ ആറോ. കണ്ടോ? അതായത് അഞ്ചാറ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ സെയിം ഈ 10, 15ന്റെ ആ ഒരു ഇതാണ് വരിക. എന്താണ്? അഞ്ചാറ് എന്ന് പറയുമ്പോൾ അഞ്ചോ ആറോ. കണ്ടോ? അവിടെ ഓയാണ് വരുന്നത്. അപ്പൊ ഓയും വരുന്ന സമയത്ത് അത് ദ്വന്ദ്വ സമാസമാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് നോക്കിയാലോ. അടുത്തെന്ന് പറയുന്നത് താഴെ പറയുന്നവയില് നമ്മൾ പര്യായ പദമല്ലാത്ത പദം ഏത്? താഴെ പറയുന്നവയിൽ പര്യായ പദമല്ലാത്ത പദം ഏത്? കാനനം, ആനനം, വിപിനം, ആരണ്യം. ഓക്കെ, ഈ തന്നിരിക്കുന്നതില് ഏതോ ഒരു വാക്കിന്റെ പര്യായ പദങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അല്ലാത്തത്, ആ പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇത് ഏതിന്റെ പര്യായ പദങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് ഏതിന്റെ പര്യായ പദങ്ങളാണ്? ഇതെന്ന് പറയുന്നത് വനം, വനം അല്ലെങ്കിൽ നമ്മുടെ കാട് ഉണ്ടല്ലോ, അതിന്റെ പര്യായ പദങ്ങളാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇതിലൊന്ന് കാടിന്റെ പര്യായ പദം അല്ല. അത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ആനനം. ആനനമാണ് ആൻസർ അല്ലാത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കാനനം കാടിന്റേതാണ്, വിപിനം അതുപോലെ തന്നെ ആരണ്യം എന്നിവയെല്ലാം തന്നെ കാടിന്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ കുറച്ച് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ്? കുയിലിന് നമ്മൾ പറയുന്നതാണ് പികം, കോകിലം, വനപ്രിയം, കാകപുഷ്ടം. ഓക്കെ, നമ്മൾ കുയിലിന് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് പികം, കോകിലം, വനപ്രിയം, കാകപുഷ്ടം. ഓക്കെ, അടുത്ത എന്താണ്? ചന്ദനം. ചന്ദനം എന്നാൽ എന്താണ്? മലയജം, മാലേയം, ഗന്ധസാരം. മലയജം, മാലേയം, ഗന്ധസാരം എന്നിവയാണ് നമ്മൾ ചന്ദനം പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ചന്ദ്രൻ. ചന്ദ്രൻ എന്നാൽ എന്താണ്? ഇന്ദു, കലാനിധി, സോമൻ, ശശധരൻ. ഓക്കെ, ഇന്ദു, കലാനിധി, സോമൻ, ശശധരൻ എന്നിവയാണ് നമ്മൾ ചന്ദ്രനെ നമ്മൾ പറയുന്നത്. അടുത്തത് എന്താണ്? തേനിനെ നമ്മൾ പറയുന്നത് എന്താണ്? തേനിനെ നമ്മൾ പറയുന്നത് മധു, മടു, മട്ട്, മകരന്തം. മധു, മടു, മട്ട്, മകരന്തം. ഓക്കെ, നിലാവ്. നിലാവ് എന്നാൽ എന്താണ്? ചന്ദ്രിക. ചന്ദ്രിക, കൗമുദി, ചന്ദ്രഹാസം. ചന്ദ്രിക, കൗമുദി, ചന്ദ്രഹാസം എന്നാണ്. വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കിയാലോ. അമ്മയെ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? മാതാവ്, ജനയിത്രി, ജനനി, ജനിത്രി, പ്രസുതായ. ഓക്കെ, മാതാവ്, ജനയിത്രി, ജനനി, ജനിത്രി, പ്രസുതായ. ഓക്കെ, ഇതാണ് മാതാവിനെ പറയുന്നത്. പിതാവിനെ നമ്മൾ എന്താണ് പറയുന്നത്? പിതാവിനെ നമ്മൾ പറയുന്നത് പിതാവ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ജനയിതാവ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ജനകൻ എന്ന് നമ്മൾ പറയാറുണ്ട്. താതൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അടുത്തത് ജ്യേഷ്ഠൻ. ജ്യേഷ്ഠന് നമ്മൾ എന്തൊക്കെയാ പറയാറുള്ളത്? പൂർവജൻ എന്ന് നമ്മൾ പറയാറുണ്ട്. പൂർവജൻ. അതുപോലെ തന്നെ അഗ്രജൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ചേട്ടൻ എന്നിങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അടുത്ത എന്താണ്? പുത്രി. അതായത് മകളിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? തനയ എന്ന് നമ്മൾ പറയും അല്ലെ? മകൾ. അതുപോലെ തന്നെ തനുജ അല്ലെങ്കിൽ നന്ദിനി. മകൾ, തനയ, അനുജ, നന്ദിനി. തനുജ, നന്ദിനി കേട്ടോ. പുത്രനെ എന്താണ് പറയാ? പുത്രനെ തനയൻ, നന്ദനൻ, സുനു, മകൻ, ആത്മജൻ, സുതൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പുത്രനെ പറയുന്നത്. എന്തൊക്കെയാണ്? തനയൻ, നന്ദനൻ, സുനു, മകൻ, ആത്മജൻ, സുതൻ എന്നിങ്ങനെയാണ് നമ്മൾ പുത്രനെ പറയാറുള്ളത്. ഓക്കെ, വില്ലിന് നമ്മൾ എന്താണ് പറയുന്നത്? വില്ലിന് നമ്മൾ പറയുന്നത് ചാപം എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ധനുസ് എന്ന് നമ്മൾ പറയാറുണ്ട്. കോദണ്ഡം എന്ന് നമ്മൾ പറയാറുണ്ട്. കാർമുകം എന്ന് നമ്മൾ പറയാറുണ്ട്. അടുത്ത എന്താണ്? ഒരു സിംഹത്തിനെയാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ ഈ പറയുന്നത്. സിംഹത്തിനെയാണെങ്കിൽ കേസരി എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ കണ്ഠീരവൻ, കേസരി, കണ്ഠീരവൻ, പഞ്ചാസ്യൻ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മൃഗേന്ദ്രൻ എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെന്താ നമ്മൾ പറയാറുള്ളത്? ഹര്യക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ പഞ്ചനഖൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പറയാനായിട്ട് പോകുന്നത്. പക്ഷി എന്ന് പറയുന്നത് എന്താണ്? പക്ഷിയുടെ വിഹകം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? വിഹകം. അതുപോലെ തന്നെ വിഹംഗം, ദ്വിജം, പത്രി, അതുപോലെ തന്നെ ശകുന്തം, നീടജം, വിഹംഗമം എന്തൊക്കെയാണ്? വിഹകമാണ് കേട്ടോ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിഹകമാണ്. അപ്പൊ വിഹംഗം, ദ്വിജം, പത്രി, ശകുന്തം, നീടജം, വിഹംഗമം എന്നിവയാണ് നമ്മൾ പക്ഷിയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പക്ഷിയെ കുറിച്ച് കൂടുതലായിട്ട്
പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇത്ര നോക്കിയാൽ മതി. ഇനി നമുക്ക് പോകെ പോകെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള വാക്യം ഏത്? താഴെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള വാക്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഉദാരമതികളായിട്ടുള്ള നാട്ടുകാരോട്, ഓക്കെ, ഉദാരമതികളായിട്ടുള്ള നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ഒരു 4 നോക്കിയാലോ. അതായത് വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പു പറഞ്ഞു. വേറെ ഗത്യന്തരമില്ലാതെ അയാള് മാപ്പ് പറഞ്ഞു. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ളതല്ല കേട്ടോ. ഞാനിത് തെറ്റായിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ശരിയാക്കി എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? വേറെ ഗത്യന്തരമില്ലാതെ അയാള് മാപ്പ് പറഞ്ഞു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഈ വേറെ എന്നുള്ളത് ആവശ്യമില്ല. ഓക്കെ, എന്താണ്? വേറെ എന്നുള്ളത് ആവശ്യമില്ല. ഗത്യന്തരമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ വേറെ എന്നുള്ളൊരു വാക്കും കൂടെ വന്നു കഴിഞ്ഞു അല്ലെ. അതായത് വേറെ വഴി ഇല്ലാത്തത് കൊണ്ട്, വേറെ ഗത്യന്തരമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴിയില്ലാന്നും കൂടെയാണ് മീനിങ് വരുന്നത്. അപ്പൊ ഗത്യന്തരമില്ലാതെ അയാള് മാപ്പ് പറഞ്ഞു എന്നുള്ളത് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ വേറെ എന്നുള്ളത് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഗത്യന്തരമില്ലാതെ അയാള് മാപ്പ് പറഞ്ഞു. ഇതിൽ ഈ ഇങ്ങനെ നമുക്ക് ഓരോ ഇത് സെന്റൻസ് തരുമ്പോണ്ടല്ലോ, ഇതിൽ തെറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുത്തായിരിക്കാം, ചിലപ്പോൾ കോമയായിരിക്കാം, ചില ഒരേ മീനിങ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ തന്നതിലുള്ള തെറ്റായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നോക്കാനുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ വാക്കുകളുടെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ തെറ്റിയിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇതിനൊക്കെ ഈ റൂൾസ് തന്നെ നിങ്ങൾ പഠിക്കണം. അത് നമ്മൾ റാങ്ക് ഫയലോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതിന്റേതായിട്ടുള്ള ക്ലാസ്സുകൾ മാത്രം കണ്ടിട്ട് ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും ട്ടോ. അപ്പൊ അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറയുന്നത് സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖവും ചേർന്നതാണ് ജീവിതം. സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖവും ചേർന്നതാണ് ജീവിതം. അപ്പൊ ഇവിടെ സുഖവും അതിനേക്കാൾ എന്നുള്ളത് മതി. ഇവിടെ ഉപരി എന്നുള്ളത് വേണ്ട ആവശ്യമില്ല അല്ലെ. സുഖവും അതിനേക്കാൾ ദുഃഖവും ചേർന്നതാണ് ജീവിതം. സുഖവും അതിനേക്കാൾ ദുഃഖവും ചേർന്നതാണ് ജീവിതം. ഇവിടെ ഉപരി എന്നതിന്റെ ഒരു ആവശ്യം ഇല്ല അല്ലെ. അപ്പൊ ഇത് ഈ രണ്ടും സെയിം മീനിങ് ആണ് ഓൾമോസ്റ്റ്. അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ തന്നെ ഉപരി അല്ലെ, അതിന് മേലെ എന്നുള്ളതൊക്കെയാണ് ആൻസർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉപരി എന്നുള്ളത് ഇവിടെ ആവശ്യമില്ല, അതിനേക്കാൾ എന്നുള്ളത് മതി. ഓക്കെ, അടുത്ത എന്താണ്? പെട്ടെന്നുണ്ടായ ഭാര്യയുടെ മരണം അയാളെ തളർത്തി. പെട്ടെന്നുണ്ടായ ഭാര്യയുടെ മരണം അയാളെ തളർത്തി. ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയോ? ഇവിടെ ഈ ഒരു വാക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കുകയാണ്. എങ്ങനെയാണ്? ഈ ഭാര്യ എന്നുള്ളത് ഇപ്പുറത്ത് വരും. ഓക്കെ, പെട്ടെന്നുണ്ടായ എന്നുള്ളത് ഇപ്പുറത്ത് വരും. എങ്ങനെയാണ്? ഭാര്യയുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ തളർത്തി. ഭാര്യയുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ തളർത്തി. ഓക്കെ, പെട്ടെന്നുണ്ടായ ഭാര്യ എന്ന് പറയില്ലല്ലോ നമ്മൾ. പെട്ടെന്നുണ്ടായ ഭാര്യ ആയിരിക്കില്ലല്ലോ. ഭാര്യ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ളതല്ലേ. അപ്പൊ പെട്ടെന്നുണ്ടായ ഭാര്യ എന്ന് നമ്മൾ പറയില്ല. അപ്പൊ നമ്മൾ ഭാര്യയുടെ പെട്ടെന്നുണ്ടായ മരണം, ഭാര്യയുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ തളർത്തി. ഓക്കെ, അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്തു. ഇവിടെ എന്താണ്? ഇവിടെ എങ്ങനെയാണ് ആൻസർ വരുന്നത്? ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇതിൽ വന്നിരിക്കുന്ന തെറ്റാണ് കേട്ടോ. എന്താണ്? ഹാർദവം എന്നൊരു വാക്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ സെന്റൻസ് ഈ വേർഡ്സിൽ വരുന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നോക്കാനായിട്ടുണ്ട്. അപ്പൊ ഹാർദവമായി എന്നൊരിക്കലും പറയില്ല. ഇവിടെ വരുന്നത് ഹാർദമായി. ഈ വാ ആവശ്യമില്ല. ഓക്കെ, അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോപസന്ധി. ഓക്കെ, ലോപസന്ധിക്ക് ഉദാഹരണം ഏത്? തന്നിരിക്കുന്നവയിൽ ലോപസന്ധിക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോപസന്ധിക്ക് ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. തണുപ്പ് ഉണ്ട്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, തണുപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ലോപസന്ധി എന്നുള്ളത് നോക്കിയാലോ. അതായത് നമ്മുടെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാവുന്നതാണ് ലോപസന്ധി എന്ന് പറയുന്നത്. എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാവുന്നതാണ് ലോപസന്ധി എന്ന് പറയുന്നത്. അതായത് പിരിച്ചെഴുതുന്ന സമയത്ത് എല്ലാ അക്ഷരങ്ങളും എണ്ണി നോക്കണം. ഓക്കെ, അതായത് തുടർന്ന് ചേർത്ത് എഴുതുന്ന സമയത്താണെങ്കിലോ പിരിച്ചെഴുതിയപ്പോൾ ഉണ്ടായിരുന്ന അക്ഷരങ്ങളുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറവായിരിക്കും. ഓക്കെ, അതാണ് ലോപം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ലോപം എന്ന് പറയുന്നത്. എന്താണ്? പിരിച്ചെഴുതുന്ന സമയത്ത് എല്ലാ അക്ഷരങ്ങളും എണ്ണി നോക്കണം. അതായത് തുടർന്ന് ചേർത്ത് എഴുതുന്ന സമയത്ത് അതിലൊരു അക്ഷരം കുറവായിരിക്കും. ഓക്കെ, ആ കുറവായതിനാണ് നമ്മൾ ലോപിക്കുക എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എന്നാലേ മനസ്സിലാവുള്ളൂ.
ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നതൊന്ന് നോക്കിക്കേ. അല്ല അധികം എന്ന്, അല്ല അധികം എന്ന് എന്താണ്? അല്ലെന്ന്. അല്ല അധികം എന്ന് അല്ലെന്ന്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾ മലയാളം ഒന്നും പഠിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനിരിക്കുന്ന ടൈമിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പോലുള്ള കാര്യങ്ങളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനിരിക്കുന്ന സമയത്ത് കുറച്ചൊരു ഏകദേശം ഐഡിയോട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിത് പറയാൻ പോകുന്ന എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല, പക്ഷെ ഞാൻ എന്നാൽ എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറയാം കേട്ടോ. അതായത് അല്ല അധികം എന്ന് ഇസ്കൽ ടു അല്ലെന്ന്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, ഓക്കെ, അതായത് അല്ല അധികം എന്ന്, അല്ലെന്ന്, അല്ലെ, അല്ലെന്ന്. അപ്പൊ അല്ല, അല്ല, അല്ല എന്നുള്ളത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ആ എന്നാണ് അവസാനിക്കുന്നത്, അല്ലെ? അല്ല, അല്ല എന്ന് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ആ എന്നാണ് അവസാനിക്കുന്നത്. അവിടെ ആ ഒരു ആ പോയി. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് അല്ലെന്ന്, അല്ലെ, അല്ലെന്ന് എന്നായി. ഇപ്പൊ നമ്മൾ അല്ല, ആ എന്നുള്ളത് പോയിട്ട് ഇവിടെ അല്ലെന്ന് എന്നുള്ളതായി. അടുത്തൊന്ന് നോക്കിക്കേ. ഒരു അധികം അടി ഈസിക്കൽ ടു ഒരടി, അല്ലെ? ഒരു അധികം അടി, അല്ലെ? ഒരു അധികം അടി. ഇത് നമ്മൾ ചേർത്തെഴുതുന്ന സമയത്ത് ഒരടി എന്നാവും, അല്ലെ? അവിടെ എന്നുള്ളൊരു വാക്ക് വരുന്നില്ല. അപ്പൊ ആ എന്നുള്ളൊരു വാക്ക് ഇവിടെ ലോപിച്ചു കഴിഞ്ഞു. അടുത്തത് എന്താണ്? ആയി, ആയി അധികം എന്ന്, ആയി അധികം എന്ന്, ആയെന്ന്, അല്ലെ? അപ്പൊ ആയി, ഈ ആണ് അവിടെ വരുന്നത്, അല്ലെ? ഇവിടെ ഈ ആണ്. അപ്പൊ ഈ ആണ് ഇവിടെ കാണാതാവുന്നത്. ആയി പോയി ഇവിടെ ചേർത്തെഴുതുന്ന സമയത്ത് ഇവിടെ എന്ത് വന്നു? ആയെന്ന്. ഇവിടെ ആയി, അല്ലെ? അപ്പൊ ആ ഈ പോയി ഇവിടെ വേറൊരു വേർഡ് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ വേറെ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിളും കൂടെ പറയാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത് എന്ന് പറയുന്നത് എന്താണ്? തണുപ്പ് അധികം ഉണ്ട്. തണുപ്പ്, അല്ലെ? തണുപ്പ്, എന്നാണ് ഇവിടെ വരുന്നത്. തണുപ്പ് അധികം ഉണ്ട്. അപ്പൊ അത് ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെ വന്നു? തണുപ്പുണ്ട് എന്നാ, തണുപ്പുണ്ട്. ഓക്കെ, അവിടെ ആണ് അവിടെ ലോപിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ അധികം അവിടെ, അവിടെ ആണ്. അവിടെ അധികം അവിടെ, അവിടെ അധികം അവിടെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിന് ചേർത്ത് എഴുതുക? അവിടെ, അല്ലെ? അവിടെ. അപ്പൊ അവിടെ അധികം അവിടെ. അപ്പൊ ചേർത്ത് എഴുതുന്ന സമയത്ത് അവിടെ. അവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? ആണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ ലോപിക്കുന്നത് എന്താണ്? ആണ് അവിടെ ലോപിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് റാങ്ക് ഫയലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് നോക്കുക. നോക്കിയിട്ട് അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അടുത്തത് ഷോണിമ എന്ന പദത്തിന്റെ അർത്ഥം. ഷോണിമ എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഷോണിമ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞ ആൻസർ ഓപ്ഷൻ സി ആണ്. ചുവപ്പാണ് കേട്ടോ, ചുവപ്പാണ് ആൻസർ എന്ന് പറഞ്ഞത്. അടുത്ത എന്താണ്? ഇനൻ എന്നാൽ എന്താണ്? സൂര്യനാണ്. ഇത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനൻ, സൂര്യൻ. ഇനൻ എന്നാൽ എന്താണ്? സൂര്യൻ എന്നാണ്. ഷഷ്പം എന്നാൽ എന്താണ്? ഇളം പുല്ല്. ഷഷ്പം എന്നാൽ എന്താണ്? ഇളം പുല്ല്. അടുത്ത എന്താണ്? ഘാതകൻ എന്നാൽ എന്താണ്? ഭക്ഷിക്കുന്നവൻ. ഘാതകൻ, ഭക്ഷിക്കുന്നവൻ. അടുത്ത എന്താണ്? വികിരം എന്നാൽ എന്താണ്? പക്ഷി. വികിരം എന്നാൽ എന്താണ്? പക്ഷി. അടുത്തത് തരണി എന്നാൽ എന്താണ്? സൂര്യൻ എന്നാണ്. തരണി എന്നാൽ എന്താണ്? സൂര്യൻ. ഓക്കെ, ചരണം, പാദം. നിന്റെ പാദചരണങ്ങളിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ ചരണം എന്നാൽ എന്താണ്? പാദം. ദൃശ്യം, കാണുക, കാഴ്ച, അല്ലെ? ശാലു എന്നാൽ എന്താണ്? തവള എന്നാണ് അർത്ഥം വരുന്നത്. ശാലു എന്നാൽ എന്താണ്? തവള. ഓക്കെ, അടുത്ത എന്താണ്? ഗഗനം, ആകാശം. ഇമ്പോർട്ടന്റ് ആണ്. ഗഗനം, ആകാശം. ഓക്കെ, അജം എന്നാൽ എന്താണ്? ആട് എന്നാണ് അജം എന്നാൽ പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ഹയം എന്നാൽ എന്താണ്? കുതിര. ഹയം എന്നാൽ എന്താണ്? കുതിര. അടുത്ത എന്താണ്? ഇരവി എന്നാൽ എന്താണ്? സൂര്യൻ. ഇരവി എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ആമം, വിലങ്ങ്. ആമം എന്നാൽ എന്താണ്? വിലങ്ങ് എന്നാണ് വരുന്നത്. ആമം, വിലങ്ങ്. അടുത്ത എന്താണ്? സീമ, അതിര്. സീമ എന്നാൽ എന്താണ്? അതിര്, അല്ലെ? സീമ എന്നാൽ എന്താണ്? അതിര്. വരാഹം, പന്നി. വരാഹം, പന്നി. ഉർവി, ഭൂമി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഉർവി, ഭൂമി. ഓക്കെ, ഉർവി, ഭൂമി എന്നിങ്ങനെയാണ് ഇതിന്റെ അർത്ഥങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് അർത്ഥങ്ങൾ എടുത്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഇത്രയാണ് പറയാനുള്ളത്. അടുത്തത് നോക്കിയാലോ. അടുത്തത് മായൻ എന്നത് ഏത് നോവലിന്റെ കഥാപാത്രമാണ്? മായൻ എന്നത് ഏത് നോവലിന്റെ കഥാപാത്രമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് നോവലിന്റെ കഥാപാത്രമാണ് മായൻ എന്ന് പറയുന്നത്? മായൻ എന്ന് പറയുന്നത് ഉമ്മാച്ചുലെ കഥാപാത്രമാണ് മായൻ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കുറച്ചുകൂടെ നോക്കിയാലോ. ഭീമൻ എന്നുള്ളത് ഏതിലെ കഥാപാത്രമാണ്? രണ്ടാം ഊഴത്തിലെ കഥാപാത്രമാണ്.
കഥാപാത്രമാണ്. ഭീമൻ എന്നത് രണ്ടാം ഊഴത്തിലെ കഥാപാത്രമാണ്. അടുത്തത് ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പളനി. ചെമ്മീൻ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഇത് സിനിമ മാത്രമല്ല ഇതൊരു നോവലും കൂടാണല്ലേ. അപ്പൊ ഈ ഒരു നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പളനി. ഓക്കെ, ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പളനി. അടുത്തത് സാവിത്രി. സാവിത്രി എന്ന് പറയുന്നത് ഏത് ഇതിലെ കഥാപാത്രമാണ്? ദുരവസ്ഥയിലെ കഥാപാത്രമാണ് സാവിത്രി എന്ന് പറയുന്നത്. ഓക്കെ, ദുരവസ്ഥ. സാവിത്രി എന്ന് പറയുന്നത് എന്താണ്? ദുരവസ്ഥയിലെ കഥാപാത്രമാണ്. അടുത്ത ആരതാണ്? അപ്പുണ്ണി. അപ്പുണ്ണി എന്ന് പറയുന്നത് നാലുകെട്ടിലെ കഥാപാത്രമാണ്. അപ്പുണ്ണി എന്ന് പറയുന്നത് നാലുകെട്ടിലെ കഥാപാത്രമാണ്. അടുത്ത ആരാണ്? നജീബ്. അല്ലെ, ആടുജീവിതം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നജീബ് എന്ന് പറയുന്നത് ആടുജീവിതത്തിലെ കഥാപാത്രമാണ്. പാത്തുമ്മ എന്ന് പറയുന്നത് പാത്തുമ്മയുടെ ആടിലെ കഥാപാത്രമാണ്. പാത്തുമ്മയുടെ ആട്. ഓക്കെ, ശ്രീധരൻ ഒരു ദേശത്തിന്റെ കഥ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ശ്രീധരൻ ഒരു ദേശത്തിന്റെ കഥ. അടുത്ത ആരാണ്? പപ്പു. പപ്പു എന്ന് പറയുന്നത് ആരാണ്? ഒരു ഓടയിൽ നിന്ന്. പപ്പു എന്ന് പറയുന്നത് ഒരു ഓടയിൽ നിന്നാണ്. അടുത്തത് ആരാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രവി അതുപോലെ തന്നെ അപ്പുക്കിളി. ഏതാണ്? ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസമാണ് രവി അതുപോലെ അപ്പുക്കിളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നൊരു 10 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു 10 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാട്ടോ. അങ്ങനെ കുറേശ്ശെ നമുക്ക് പഠിച്ചു പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും കേട്ടോ. അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ജസ്റ്റ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവര് പോയിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം.